അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. +2 ഓപ്ഷണൽ അറബിക്കിൻ്റെ അദ്റസ് അറാബി 4ാമത്തെ പാഠത്തിലേക്കാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇതിൽ ഹർഫ് ജറിൻ്റെ ക്ലാസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ചെറിയൊരു കഥയിലൂടെയാണ് പാഠം പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല രസകരമായൊരു കഥയിലേക്ക് പ്രവേശിക്കാം. കാനത്ത് സമീഹത്തു ഫതാത്തൻ ജമീലത്തൻ. കാനത്ത് സമീഹത്തു, സമീഹ എന്നുള്ള പെൺകുട്ടി ഫതാത്തൻ ജമീലത്തൻ വളരെ ഭംഗിയുള്ളൊരു കുട്ടിയാണ്. ദാത്ത ഷൈറിൻ അസ്വദ തൊവീലിൻ, നീണ്ട കറുത്ത മുടികളാണ് അവൾക്കുള്ളത്. ദാത്ത ഉള്ളത്, ഷൈറിൻ മുടികൾ, അസ്വദ കറുത്ത, തൊവിൽ നീളമുള്ള കറുത്ത മുടികളാണ് അവൾക്കുള്ളത്. വലഹ ഐനാനി അസീലത്താനി, നല്ല വിടർന്ന കണ്ണുകളാണ് അവളുടേത്. അവളുടെ സൗന്ദര്യത്തെ വിശദീകരിക്കുകയാണ്. വഹിയ, അവൾ ഇപ്പോൾ വാക്കിഫത്തുൻ നിൽക്കുകയാണ്, ഫി ഹാഫത്തെ റസീഫി, വഴിയോരത്ത് നിൽക്കുകയാണ്. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ അവളിങ്ങനെ നിൽക്കുകയാണ്. തിവാൽ അല്യോമി, ആ ദിവസം മുഴുവനും. തിവാൽ എന്ന് പറഞ്ഞാൽ മുഴുവനും, അല്യോമി ദിവസത്തിൻ്റെ മുഴുവൻ സമയവും എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവനും അവൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. തന്നുറു, അവൾ പ്രതീക്ഷിക്കുന്നത് ബിഷൗഖിൻ, അവളുടെ സ്നേഹനിധിയായ കാമുകനെയാണ്. ഷൗഖ് എന്ന് പറഞ്ഞാൽ ആ പ്രേമിനി അല്ലെങ്കിൽ കാമുകൻ. ഇലാ നിഹായത്തി ഷാരി, ഷാരി എന്ന റോഡിൻ്റെ അങ്ങേ തലയിൽ നിന്നും തൻ്റെ കാമുകൻ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ദിവസം മുഴുവനും അവളവിടെ കാത്തു നിൽക്കുകയാണ്. തഫവഖ സായിഖു സയ്യാറത്തിൽ ഉജ്റത്തി ലിയസ് അലഹ, തവഖഫ അവിടെ നിർത്തി, സായിഖു സയ്യാറത്തി കാർ ഡ്രൈവർ തൻ്റെ കാറിനെ നിർത്തി, അൽ ഉജ്റത്തിനാൽ ടാക്സി ഡ്രൈവറായ ആ കാറ് അവിടെ നിർത്തി. ലിയസ് അലഹ, എന്നിട്ട് ആ ഡ്രൈവർ അവളോട് ചോദിച്ചു, അലൈസ ലദൈക്ക് നഖൂദുൻ, നിൻ്റെ കയ്യിൽ പണമില്ലേ? അലൈസ ഇല്ലേ, ലദൈക നിൻ്റെ കയ്യിൽ, നഖൂദുൻ ക്യാഷ് ഇല്ലേ? നഖൂദ് എന്നാൽ പണം. ലി സഫറി യാത്രയ്ക്ക് നിൻ്റെ കയ്യിൽ ക്യാഷില്ലേ? ഫി സയ്യാറത്തിൻ ഒരു വാഹനത്തിൽ, കാറിൽ യാത്ര ചെയ്യാനുള്ള ക്യാഷ് നിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണോ നീ ഇവിടെ നിൽക്കുന്നത്? ഉജ്റത്തിൻ ഈ ടാക്സിയിലുള്ള. വ തുഗാദിരീന നീ പോകുന്നു, ഇല വിജിഹത്തിക നിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണോ നീ ഇവിടെ നിൽക്കുന്നത്? ബി അസീമത്തിൻ വ അസ്റാറിൻ അജാബത്തു ഭയങ്കരമായ ധൈര്യത്തോടെയും മനഃശക്തിയോടെയും അവൾ സംസാരിച്ചു മറുപടി പറഞ്ഞു, അല്ല അതുകൊണ്ടൊന്നുമല്ല. ശുക്രലക്ക നിങ്ങൾക്ക് നന്ദി, നിങ്ങൾക്ക് പോകാമെന്നുള്ള അർത്ഥത്തിൽ പറയാണ്. ഫാന അന്തദറു ഹബീബി ഞാൻ എൻ്റെ പ്രിയമനെ കാത്തു നിൽക്കുകയാണ്. ഫാന ഞാൻ അന്തദറു പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്, ഹബീബി എൻ്റെ പ്രിയപ്പെട്ടവരെ. അർദഫ അസായഖു അപ്പോൾ ഡ്രൈവർ ഒന്നുകൂടി ചോദിച്ചു, ലാ അലുന്നുഹു സയ്യഗത്തി, ലാ അലുന്നുഹു എനിക്ക് തോന്നുന്നില്ല, സയ്യഗത്തി അവൻ ശേഷം നിൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിൻ സ്വബാഹി അല്യോമി അറാക്കിഹുന, മിൻ സ്വബാഹി അല്യോമി ദിവസത്തിൻ്റെ സുബഹി മുതൽ രാവിലെ മുതൽ തന്നെ, അറാക്കി ഞാൻ നിന്നെ കാണുന്നു, ഹുന ഇവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ നിന്നെ രാവിലെ മുതൽ നീ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. കാലത്ത് പെൺകുട്ടി പറഞ്ഞു, വ നബ്രത്തുൽ ഓലബി ദേശത്തിൻ്റെ സ്വരത്തിൽ, തുറാഫിഖ സൗതഹ ശബ്ദം കനപ്പിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു, ഇല്ല അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞ പോലെയൊന്നുമല്ല, സയ്യഗത്തി അവൻ എൻ്റെ അടുത്തേക്ക് വരും. അൽ ആൻ ഇപ്പോൾ, ഖദ് ഇത്തസൽത്തു ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട്, ബി വാലിദത്തിഹി അവൻ്റെ ഉമ്മയോട് ഞാൻ വിളിച്ചപ്പോൾ അവൻ വരാമെന്നാണല്ലോ എന്നോട് മറുപടി പറഞ്ഞത്. ഫാലിംതു ഞാൻ മനസ്സിലാക്കിയതിൽ സബബിമ എന്തോ ഒരു കാരണമുണ്ട്. സബബിമ പറഞ്ഞാൽ എന്തോ ഒരു കാരണം ഉണ്ട്, അവൻ വരാൻ നേരം വൈകുമെന്നുള്ളതിന് ചെറിയ കാരണമുണ്ട്. ദഹബ ഇലൽ ഖാരിജ അവൻ പുറത്തെവിടെയോ പോയതാണ്. ഹത്തമൻ സയ്യോദ് ഉടനെ അവൻ മടങ്ങി വരും. ഹുവ യുഹിബുനി ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. വയുഹാഫു അലയ്യ എനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന് അവനക്ക് പേടിയുമാണ്. അതുകൊണ്ട് അവൻ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരാതിരിക്കില്ല. വാന അഹ്ബിറുക അൻ ഗൈറത്തിഹി, വാന ഞാൻ അഹ്ബിറുക നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം, അൻ ഗൈറത്തിഹി നിങ്ങൾക്ക് എന്നോട് ഒരു അസൂയ മൂത്തിട്ട് കൊണ്ടാണ് എന്നോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ആ പെണ്ണ് ഡ്രൈവറോട് പറയാണ്. ശരീരശക്തമായ അസൂയ വേണം നിങ്ങൾക്കുള്ളത് അലയ്യ എൻ്റെ കാര്യത്തിൽ. കഥ വാഴതനി അന്നഹൂലൻ എത്രക്കനി അബദൻ, കഥ വാഴതനി എൻ്റെ കാമുകൻ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഴത എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യുക, എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്ത്? അന്നഹു അവൻ, ലൻ എത്രക്കനി അബദ ഒരിക്കലും എന്നെ വിട്ടേച്ച് പോവില്ല എന്ന് എൻ്റെ കാമുകൻ എന്നോട് വാഗ്ദാനം ചെയ്ത കാര്യമാണ്. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഈ രീതിയിൽ എന്നോട് സംസാരിക്കുന്നത്? ഡ്രൈവർ അങ്ങനെ തല കുലുക്കി, റഹ്സത്തിൻ്റെ തല കുലുക്കി, ഓക്കെ എന്നാൽ അങ്ങനെ ആവട്ടെ. സുമ്മ നദറ ഇലൈഹ പിന്നെ അവളിലേക്ക് നോക്കിയിട്ട് ബിബിദിസാമത്തിൻ ഒരു ചെറു പുഞ്ചിരിയോടെ, ബിദിസാം എന്ന് പറഞ്ഞാൽ
പുഞ്ചിരിയോടെ വക്കാൽ അദ്ദേഹം പറഞ്ഞു, അസീസത്തി പ്രിയപ്പെട്ടവളെ, ലാ തന്തതിരീഹി നീ അവനെ കാത്തു നിൽക്കേണ്ട, ദഹബി നീ പൊയ്ക്കോ, നീ വീട്ടിൽ പോയിക്കോ, നീ അവനെ കാത്തു നിന്നിട്ട് നീ ഇവിടെ വെറുതെ സമയം കഴിക്കേണ്ട. ഫഹുവലൻ യഊദ് അവൻ ഒരിക്കലും മടങ്ങി വരാൻ സാധ്യതയില്ല എന്ന് ഡ്രൈവർ വീണ്ടും പറഞ്ഞു. ബഅദ അൻ മല സ്വഹിബു സയ്യാറത്തി ബഅദ ശേഷം അൻ മല സ്വഹിബു സയ്യാറ ആ വാഹനത്തിൻ്റെ ഡ്രൈവർ പോയതിന് ശേഷം ഫി ത്വരീഖിഹി അതിൻ്റെ വഴിയിലേക്ക് പോയി ബാഹിസൻ അൻ ലുഖ്മത്തി ഐഷി തൻ്റെ ജീവിതോപാധി തേടിക്കൊണ്ട് കാർ ഡ്രൈവർ തൻ്റെ വഴിയിലേക്ക് പോയി. വസ്തഖറബത്തിൽ ഫതാത്തു ജമീലത്തു അങ്ങനെ ആ ഭംഗിയുള്ള ആ പെണ്ണിൽ നിന്നും ആ ഡ്രൈവർ അകന്നുപോയി. മിൻഹു അവനിൽ നിന്നും അങ്ങനെ ആ പെണ്ണിൽ നിന്നും ആ ഡ്രൈവർ പോയി. വ ഇബാറാത്തു അൽ അഴ്താബി തെജുലു ഫി ഹാദിരിഹ വൈബാറത്തുൽ അഴ്താബി അവിടെ സംസാരിച്ച വാക്കുകൾ തെജൂലു ഫി ഹാദിരിഹ അവളുടെ മനസ്സിലങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. അവൻ വരില്ല എന്നുള്ള ആ സംസാരം, ആ പിന്നെ കാർ ഡ്രൈവറുടെ സംസാരങ്ങളെല്ലാം ആ പെണ്ണിൻ്റെ മനസ്സിലങ്ങനെ ചുറ്റിക്കറിച്ചു നിന്നു. എന്നിട്ട് അവൾ പറയാണ് മനസ്സിൽ, ഇന്നഹു സഫീഹുൻ ആ ഡ്രൈവർ ഒരു പൊട്ടനാണ്. യലുന്നു അവൻ കരുതുന്നത് അന്ന ഹബീബി എൻ്റെ കാമുകൻ തറക്കനി എന്നെ ഉപേക്ഷിച്ച് കളയുമെന്നാണ്. തൊബൻ ഒരിക്കലും, വഹുവ അവൻ, ലാ യഅരിഫു അവൻക്കറിയില്ല, ഡ്രൈവർക്കറിയില്ല, അന്നഹു ലാ യനാമു എൻ്റെ കാമുകൻ ഉറങ്ങുകയില്ല, ദൂനാൻ യസ്മഅ സൗത്തി എൻ്റെ ശബ്ദം കേൾക്കാതെ ഒരിക്കലും അവൻ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഉറങ്ങുകയുമില്ല. എൻ്റെ ശബ്ദം കേൾക്കാതെ അവൻ ഉറക്കം വരെ അവനക്ക് കിട്ടുകയില്ല എന്ന് എനിക്കറിയാം. പിന്നെ എങ്ങനെ അവൻ എന്നെ ഉപേക്ഷിക്കുക എന്നുള്ളത് ആ പൊട്ടനായ ഡ്രൈവർക്ക് അറിയില്ലല്ലോ എന്നാണ് ആ പെണ്ണ് മനസ്സിലെങ്ങനെ കുറിക്കുന്നത്. ഇസ്തമറത്ത് ഫി ഇന്തിലാരിഹ യൗമൻ കാമില ഇസ്തമറത്ത് നീണ്ടുപോയി ഫി ഇന്തിലാരിഹ അവളുടെ ആ കാത്തുനിൽപ്പ് നീണ്ടുപോയി യൗമൻ കാമിലൻ പരിപൂർണമായ ഒരു ദിവസം മുഴുവനും അവൾ അവിടെ അവനെയും കാത്തു നിന്നു. അഖീറൻ അവസാനം തയക്കനത്ത് അവൾക്ക് മനസ്സിലായി അന്ന ഹബീബഹ അവളുടെ കാമുകൻ ലൻ യഊദ അവളെ തിരഞ്ഞു വരില്ല എന്ന്. ഫഅറഫത്ത് അവൾക്ക് മനസ്സിലായി ഖദറഹു അവൻ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു അവളെ എന്ന് ആ പെണ്ണ് മനസ്സിലാക്കിയ അവസാനം. തദക്കറത്ത് അവൾ ചിന്തിച്ചു ഹുബ്ബ വാലിദൈഹ അവളുടെ തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം എത്രത്തോളം എന്നിലുണ്ട് എന്ന് അവൾക്ക് ആ കാത്തിരിപ്പിനിടയിൽ പിന്നെ തൻ്റെ കാമുകനേക്കാളേറെ സ്നേഹം എൻ്റെ മാതാപിതാക്കൾക്കാണെന്നുള്ള സത്യം ആ പെണ്ണ് വൈകിയെങ്കിലും മനസ്സിലാക്കി. ഫസാലത്ത് അപ്പോൾ ഒഴുകി അദ്ദുമുഉ കണ്ണുനീർ ഒഴുകി അല ഹദ്ദൈഹ ആ പെണ്ണിൻ്റെ കവിൾത്തടത്തിലൂടെ, ഹദ് എന്ന് പറഞ്ഞാൽ കവിൾത്തടത്തിലൂടെ കണ്ണുനീർ ഒഴുകി വന്നു. ആദത്ത് ഇല ബൈതിഹ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ബി ഖറാറിൻ ജദീദിൻ പുതിയൊരു തീരുമാനമെടുത്തുകൊണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലൊരു തീരുമാനത്തിലേക്ക് ആ പെണ്ണ് എത്തി എന്നുള്ള രീതിയിലാണ് കവിത അവസാനിക്കുന്നത്. ഇവിടെ കവിത അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത് കഥയിലെ ഗുണപാഠത്തിലേക്കാളേറെ നമുക്കിതിൽ നഹവിയായ ചില ഗ്രാമർ കാര്യങ്ങളാണ്. അവിടെ താഴെ ബോക്സ് ശ്രദ്ധിക്കുക. നുലാഹിലു അൽ കലിമാത്തി അൽ മുലവന താഴെയുള്ള കളർ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? മിസ്ല, അല, ലി, ഇല, മിൻ, ബി, അൻ, ഫി. ഇവയെല്ലാം മജറൂറത്തുൻ എന്ന് പറഞ്ഞാൽ ജറിൻ്റെ ഹർഫുകളാണ്. ബി ഹർഫി മിൻ ഹുറൂഫിൽ ജറത്ത് ജറത്തിൻ്റെ ഹർഫിൽപ്പെട്ട ഹർഫുകളാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വന്നാൽ ശേഷമുള്ളതിന് പിന്നെ ഇസ്മിന് ശേഷമുള്ള വാക്കിന് കെസർ കൊടുക്കും. ഹാദിൽ ഹുറൂഫ് തുസമ്മ ഈ ഹർഫുകൾക്ക് പറയപ്പെടുന്നു ഹുറൂഫുൽ ജറി ജറിൻ്റെ ഹർഫ് എന്ന് പറയുന്നു. അലാമത്തുൽ ജാറി അസലിയൻ അൽ കസറത്തു എന്നാൽ ഇവയ്ക്ക് ഈ ഹുറൂഫുൽ ജർ എന്ന് പറഞ്ഞാൽ ജറിൻ്റെ ഹർഫുകൾ വന്നാൽ ശേഷം വരുന്ന ഇസ്മിന് എന്ത് ചെയ്യണം? കെസർ കൊടുക്കണം. ഉദാഹരണത്തിന് അത് മേലെ വന്ന് ഹാഫത്തൻ അല ഹാഫത്തിൻ, നിഹായത്തൻ ഇലാ നിഹായത്തിൻ, വജ്ഹത്തൻ ബി വജ്ഹത്തിൻ, ബി സബബിൻ ബി ഗൈറത്തിൻ, ബി ഇബ്തിസാമത്തിൻ അലാ ത്വരീഖത്തിൻ, മിൻ ലുഖ്മത്തിൻ, ബി ഹാത്തിരിൻ, ഫി ഇന്തിലാരിൻ എന്നുള്ളതൊക്കെ ഇവിടെയൊക്കെ വന്നാൽ ഇങ്ങനെ ഈ ഹർഫ് ജർ വന്നാൽ ശേഷമുള്ള ഇസ്മിനിക്ക് മജറൂർ എന്ന് പറഞ്ഞാൽ കെസർ വരും എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം. ഉദാഹരണം ഫില്ലാഹി, ബില്ലാഹി, ബിൽ മദ്രസ.